സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുകയും റീൽസിലൊക്കെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തൻ്റെ ജീവിതാനുഭവത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ശരണ്യ ഷാജി. നമസ്കാരം. ഞങ്ങളെല്ലാരും ഞെട്ടിച്ചൊരു കാര്യം, 24 വയസ്സേ ഉള്ളല്ലേ? 24 വയസ്സാകാൻ പോണേ ഉള്ളൂ. അപ്പൊ 23 വയസ്സേ ഉള്ളൂ? 23 വയസ്സാണ് എനിക്ക്. 23 വയസ്സിൽ ഒരു തെറ്റും ചെയ്യാണ്ട് ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് അനുഭവിച്ചു. ഇപ്പം വരുന്ന ഒരുപാട് ട്രെൻഡിങ് കമന്റ് ആണ്, കാണിച്ച് ജീവിക്കുന്നു, ജീവിച്ച് കാണിക്കുന്നു അല്ലേ? ഒരുപാട് ആളുകൾ അപ്പം ഈ റീൽസ് കണ്ടിട്ട് വിലയിരുത്തും അല്ലേ? ആൾക്കാർക്ക് ശരിക്കും എന്താ ഒരു വ്യക്തിയെ പറ്റി അറിയണോന്നല്ല, എന്താണോ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അവരപ്പോ മോശമാണ്. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള വ്യക്തി എന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് ചതികളും കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്, നമ്മള് കൂടെ ഉള്ളവരൊന്നും ഈ പറയുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായതിൽ പിന്നെ വന്ന നെഗറ്റീവ് എന്തൊക്കെയാ? ആളുകൾ അങ്ങനെ മുദ്ര കുത്തി. എൻ്റെ ലൈഫില് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ടായ. അച്ഛൻ ഈ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ വേദനയില്ലായിരുന്നു? അച്ഛനൊരാണാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു മാസം എനിക്ക് ഉറക്കമില്ല. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും എന്തായിരിക്കും ശരണ്യയുടെ ജീവിതത്തിൽ? നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുന്നതാണ്. എൻ്റെ ശരീരം ഇങ്ങനെയാണ്, ഇനിയിപ്പോ ഇങ്ങനെ എന്തൊക്കെ ഇനി ആൾക്കാർ പറഞ്ഞാലും എൻ്റെ ശരീര പ്രകൃതി, എൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഫൺ വിത്ത് സ്റ്റാറിന്റെ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നിനോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുകയും റീൽസിലൊക്കെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തൻ്റെ ജീവിതാനുഭവത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ വിശേഷം ഒന്ന് ചോദിച്ചറിയാം. ശരണ്യ ഷാജി, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയതിലൊക്കെ കേട്ടോ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ റീൽസിലൊക്കെ കണ്ട് ഒരുപാട് പേരെ ചിരിപ്പിക്കുന്നതും അല്ലേ, ഒരുപാട് പേരെ ആസ്വദിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അയ്യോ, അതായത് വഴിയില്ല. തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? തുടക്ക കാലഘട്ടം ഒന്നും അല്ലായിരുന്നു. എന്തൊക്കെയോ ആകണമെന്നൊരു ആഗ്രഹമാണ്, പക്ഷെ എവിടെ പോയാലും പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെയും അങ്ങനെ പ്രത്യേകിച്ച് അതിലോട്ട് പൂർണ്ണമായിട്ടും ഇറങ്ങി പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എനിക്ക് വീഡിയോസ് ചെയ്യണം, റീൽസിലോട്ട് വരണം എന്നൊക്കെ ഒരു തോന്നൽ തുടങ്ങിയപ്പോഴാണ്. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയൊക്കെ, കുഞ്ഞുനാളെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ മൂവീസ് ഓരോ സോങ് ഒക്കെ കാണുമ്പോൾ തന്നെ പണ്ടേ സാരിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ണാടി മുമ്പിലൊക്കെ ഭയങ്കരമായിട്ടും. പക്ഷെ ഒരു ടൈമൊക്കെ കഴിഞ്ഞ ഒരു 10th ആ സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെ റീൽസ് ഈ ഫോണിലൊക്കെ നോക്കി വന്നപ്പോഴാണ് ആ ഒരു ഇഷ്ടം ഇങ്ങനെ തോന്നി തുടങ്ങിയത്. പിന്നെ അതിങ്ങനെ ഇരുന്ന് പോയി ഒരു ടിക്ടോക്ക് ആ ഒരു കാലഘട്ടം. ടിക്ടോക്ക് മുതലേ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ടിക്ടോക്ക് അവിടെ നിന്നാണ് ഞാൻ കൂടുതലും വരുന്നത്. ശരണ്യ എന്ന വ്യക്തിയെ ആളുകൾ അറിയാൻ തുടങ്ങിയതും അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള ഫസ്റ്റ് റീൽ ഏതായിരുന്നു? ഫസ്റ്റ് റീൽ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ട് ചെയ്തതാണ്. എനിക്ക് വരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, അന്ന് മുതൽ തുടങ്ങിയ ശനിയാണ് എനിക്ക്. ഒരു 10,000 വരന്മാർ വന്ന് കാണും? അല്ല, ഒരിക്കലും അല്ല. ആ വരന്മാര് വരുന്നില്ലല്ലോ. നമുക്ക് ആ കമന്റുകൾ നോക്കുമ്പോഴും അതൊരുപാട് പ്രശ്നമായി. കാരണം അത് ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഞാനിങ്ങനെ വീഡിയോ എന്ന് പറയാം, എനിക്കൊരു വരനെ ആവശ്യമുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഇൻബോക്സിൽ വരിക, മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു. അവിടെ നിന്നായിരുന്നു തുടക്കം. പക്ഷെ അന്ന് അത്രയും അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരിലെത്തിയും അതൊരു ചർച്ചാ വിഷയം. ബ്രദർ, എൻ്റെ സഹോദരൻ പോയാലും ഇല്ലെങ്കിൽ വിടാൻ പറ്റുമോ, അങ്ങനെയാണ്. അങ്ങനെ പിന്നെ അറിയാലോ, ഫാമിലിസില് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതൊക്കെ ആയിരുന്നു പ്രശ്നം തുടക്കം. പക്ഷെ അന്ന് അത്ര മനക്കെട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ എതിർത്ത് നിൽക്കാനോ ഒന്നും ഉള്ള ഒരു എനിക്കില്ലായിരുന്നു. പക്ഷെ ചെകുത്താനെന്ന് പറയുന്ന ഒരു ട്രോള് കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അതിനെ പുള്ളി ഒരു വീഡിയോ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മളൊരു മോശം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തപ്പോഴാണ് അത് കുറെ കൂടെ പ്രശ്നം ഭയങ്കരമായിട്ട് റീച്ച് പോയത്. ഞങ്ങളെല്ലാരും ഞെട്ടിച്ചൊരു കാര്യം, 24 വയസ്സേ ഉള്ളല്ലേ? അതെ, 24 വയസ്സാകാൻ പോണേ ഉള്ളൂ. അപ്പൊ 23 വയസ്സേ ഉള്ളൂ? 23 വയസ്സാണ് എനിക്ക്.
23 വയസ്സില് എനിക്കറിയില്ല, പല പെൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാലും എൻ്റെ 23 വയസ്സിൽ ഒരു തെറ്റും ചെയ്യാണ്ട് ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് അനുഭവിച്ചു എൻ്റെ ലൈഫിൽ. എനിക്കത് എങ്ങനെ പറയാം, അത് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്കും റീൽസിലൊക്കെ ചിരിച്ചു നിൽക്കുമല്ലേ? പക്ഷെ കാണുന്നവർക്ക് അറിയത്തില്ല. നിങ്ങൾ ഒരിക്കലും എൻ്റെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ഇത് കണ്ടിട്ട് എന്നെ ഒരിക്കലും ഒരാൾക്ക് വിലയിരുത്താൻ പറ്റില്ല. ഭയങ്കര ഡിഫറെന്റ് ആണ്, അതിന്റെ കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ആദ്യം വൈറലായ വീഡിയോ നമ്മളൊന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന ആദ്യ വീഡിയോ. എത്ര വ്യൂ ഉണ്ട്? അത് 3 മില്യൺ ആയിരുന്നു അന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആക്ച്വലി ആ ടൈം. അതിനുശേഷമാണ് പിന്നെ റീൽസ് ഒക്കെ എടുത്തെടുത്ത് വരും. ഇപ്പം വരുന്ന ഒരുപാട് ട്രെൻഡിങ് കമന്റ് ആണ്, കാണിച്ച് ജീവിക്കുന്നു, ജീവിച്ച് കാണിക്കുന്നു അല്ലേ? ഒരുപാട് ആളുകൾ അപ്പം ഈ റീൽസ് കണ്ടിട്ട് വിലയിരുത്തും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആൾക്കാർക്ക് ശരിക്കും എന്താ ഒരു വ്യക്തിയെ പറ്റി അറിയണമെന്നല്ല, അവര് എന്താണോ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അവരപ്പോ മോശമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് നമ്മുടെ സമൂഹത്തിന് നോർമലായിട്ട്. സമൂഹത്തിന്റെ ചിന്താഗതി മാറണം. തീർച്ചയായിട്ടും അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്കൊരു മനസുഖത്തിന് വേണ്ടിയിട്ട് അത് പറയാം. ഇപ്പൊ ഒരുപാട് റീൽസ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? 3 മില്യൺ റീച്ച് കിട്ടിയെന്ന് അറിഞ്ഞപ്പം പിന്നെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഇല്ല, അങ്ങനെ റീച്ച് കിട്ടി അങ്ങനെയൊന്നും അല്ല. എനിക്ക് എൻ്റെ ഒരു ടൈം പോകാനും എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം 23 വയസ്സേ ഉള്ളെന്ന്. ഭയങ്കര നെട്ടലാണ്, എല്ലാവർക്കും ഭയങ്കര അതിശയമാണ്. 23 വയസ്സേ ഉള്ളൂ ചേച്ചിന്നൊക്കെ വിളിക്കുന്നതാണ് കെടുത്താനായിട്ട്. ഇനി ആരും വിളിക്കല്ലേ കേട്ടോ. അങ്ങനെയല്ല, പലവരും ഇങ്ങനെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ എത്ര ഏജ് ആണെന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് 27 ഞാൻ പറയാം എനിക്ക് 22 ഉള്ളൂ കേട്ടോ ആ ടൈമിന് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ പറയും ഓക്കെ 27 വയസ്സ് 26-27 വയസ്സെന്നേ പറയുള്ളൂ. അപ്പം ഞാൻ പറയും ഇല്ല, എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനാണ്, എനിക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ഞാൻ മറ്റുള്ളവരുടെ സൗകര്യമല്ല നോക്കണത്, ഞാൻ എന്നിൽ ഓക്കെ ആണോ എന്ന് മാത്രം നോക്കുന്ന ഒരാളാണ്. എനിക്ക് ഓക്കെ ആണോ ഞാൻ ഇടും. തീർച്ചയായിട്ടും എനിക്കത് ഓക്കെ ആണോ ഞാൻ ഇടും. അതെ, ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള വ്യക്തി എന്നെ കേട്ടിട്ടുണ്ട്. ഒരുപാട്. പക്ഷെ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് ചതികളും കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്, നമ്മളെ കൂടെ ഉള്ളവരൊന്നും ഈ പറയുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ സർക്കിളല്ല എൻ്റെത്, ഭയങ്കര വലിയ സർക്കിളാണ്. എനിക്ക് എവിടെ പോയാലും കമ്പനിയാണ്. ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 3 കാര്യങ്ങളാണ്. ചതിവില്ല, സത്യം പോലെ പറയണം, ജെന്യൂനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഒരു തുറന്ന പുസ്തകം ആളുകൾക്കിടെ. ഞാൻ ഭയങ്കര തുറന്ന പുസ്തകമാണ്. അതാണ് എന്നിൽ ഏറ്റവും വലിയ നാശം. ഈ തുറന്ന പുസ്തകം കൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്തൊക്കെയാ ശരണ്യ? ദോഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളെ പോലാണ് എല്ലാവരും എന്ന്, പക്ഷെ അത് തെറ്റായ ചിന്താഗതിയാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, മറക്കേണ്ട കാര്യങ്ങൾ മറിച്ച് തന്നെ ചെയ്യണം, പറയണം. എൻ്റെ ലൈഫിൽ ഞാൻ അപ്പൊ പറഞ്ഞ എൻ്റെ അമ്മ പക്ഷേ അങ്ങനെയൊന്നും അല്ല അമ്മേ, നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ അമ്മമാര് പറഞ്ഞു തരുമ്പം പോലും നമുക്കൊരു അനുഭവം വന്നാലേ പഠിക്കത്തുള്ളൂ. അതെങ്ങനെയാണെന്നറിയോ, നമുക്ക് ഭയങ്കര നല്ലൊരു ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അന്ന് എൻ്റെ അമ്മ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളായിരുന്നു ഇത്. അവർക്ക് അതൊരു പ്രത്യേക കഴിവാണ് നമ്മുടെ പാരൻസിന്. നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് മക്കൾക്ക് വരുന്ന അവർ മുന്നിട്ടേ അവർ പറഞ്ഞ് 1000 അല്ല ഒരു 10,000 വേണ്ട നമ്മൾ ചുമ്മാ നടന്നാലും പറഞ്ഞു തരും. പക്ഷെ ആ സമയത്ത് നമ്മളത് കാര്യമാക്കാറില്ല. പക്ഷെ ഒരു പോയിന്റില് ലാസ്റ്റ് നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കും, നമുക്ക് നമ്മളെ ഉള്ളൂ. അയ്യോ സത്യമാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ് എൻ്റെ ലൈഫിൽ നിന്ന്. എൻ്റെ ഓവർ കൂട്ടുകെട്ട്, സുഹൃത്ത്, ഓവർ സ്നേഹം, ട്രസ്റ്റിങ്, ഇതെല്ലാം ആണ് എൻ്റെ ലൈഫിൽ എനിക്കൊരു മോശം ഏറ്റവും നാശഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും. ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ ലൈഫ് ഏറ്റവും മോശമായി പോയെന്നുള്ളത്. ഈ ശരണ്യയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം അല്ലെങ്കിൽ കൂടെ നിന്ന് ചതിക്കത്തില്ല എന്ന് വിചാരിച്ചവർ ചതിക്കുമ്പോൾ ഉള്ള വേദനയുണ്ടല്ലോ, ആ ഒരു കഥയൊന്ന് പങ്കുവെക്കാമോ? കഥ പങ്കുവെക്കാനാണെങ്കിൽ കുറെ ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. എൻ്റെ ഇത്രയുള്ള ബുക്ക് എടുത്ത് ഞാൻ വായിക്കേണ്ടി വരും.
നമ്മുടെ ലൈഫിൽ എനിക്കൊരു റീസെൻ്റ്ലി ഉണ്ടായ പ്രശ്നമായിരുന്നു. ഞാൻ കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന ഒരാളായിരുന്നു. എനിക്കൊരു പ്രശ്നങ്ങൾ വരില്ല, ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന വേ വളരെ നേരെ പോ എന്നുള്ളൊരു വേയിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. ആരൊക്കെ പോയാലും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇട്ടേച്ച് പോത്തുന്ന ധൈര്യമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് എല്ലാവരും ഒരുപോലെ ആയിരുന്നടാ. അങ്ങനെ ഇന്ന ഫ്രണ്ട്സ് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കണ്ണേ കാണുന്നവർ തന്നെ എൻ്റെ മൂത്തതായാലും ഞാൻ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കും. എൻ്റെ ഇളയതാണെങ്കിൽ എൻ്റെ ഒരു സഹോദരി അല്ലെങ്കിൽ സഹോദരനെ പോലെ ആയിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കുമാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ ഈ വർഷം വന്ന 1.5 വർഷം ഈ ഇഷ്യൂല് എൻ്റെ വീടിൻ്റെ ഉള്ളിലായിരുന്നു. എൻ്റെ വീടിൻ്റെ അകത്ത് 4 ചുവരിനുള്ളിലായിരുന്നു. തീർച്ചയായിട്ടും അത് ആ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും കാണാൻ എൻ്റെ സഹോദരൻ്റെ വൈഫ്, ഇല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ എന്നല്ലാണ്ട് ഇത്രയും പേരല്ലാണ്ട് സൗഹൃദങ്ങൾ ഇവിടെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അന്നാണ് ഞാൻ തികച്ചും എല്ലാം മനസ്സിലാക്കി. ഇതെനിക്കൊരു വലിയൊരു പാഠവും കൂടെ ആയിരുന്നു ശരിക്കും. എൻ്റെ ലൈഫിലെ ഈ സിറ്റുവേഷൻ എനിക്ക് വന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറാനും എന്നെ മാറ്റാനും ഒരുപാട് സഹായിച്ച ഒരു കാര്യം കൂടെ ആയിരുന്നു ഇത്. അന്ന് ഞാൻ എൻ്റെ ഫോൺ കോളിൽ എൻ്റെ തോളിൽ കൈയിട്ട് നടന്ന, ഇല്ലെങ്കിൽ ഒരു ടൈം ഒരു ഗ്യാങ് ആയിട്ട് നടന്ന ആൾക്കാർ പോലും എന്നെ കാണാതായിട്ട് ഈ ഒന്നര വർഷം അല്ലെങ്കിൽ 1 വർഷത്തിൽ പോലും എന്നെ ആരും ഒരിക്കലൊരു കോളോ എന്തുകൊണ്ട് പറ്റി, എന്നാൽ എന്നെ അറിയില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമാണോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ശരിക്കും അവരെ പോലെ നമ്മൾ മൈൻഡ് പോലും ചെയ്യാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതാ പറയുന്നത്, നമ്മളുടെ പ്രശ്നമാണ്. നമ്മളൊരിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും ആ സ്നേഹമായാലും സുഹൃത്ത് ബന്ധം, അത് നമ്മുടെ പ്രശ്നമാണ്. എല്ലാം നമ്മുടെ പ്രശ്നമാണ്. ആരെയും തലയിൽ വെക്കേണ്ട ഒരു പ്രശ്നമേ അല്ല. എന്നാലും കൂടെ നിന്ന് സൗഹൃദങ്ങൾ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലേ? എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എനിക്കൊരു സൗഹൃദമായിട്ട് ഒന്നും ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതങ്ങനെയാണ്. നമ്മൾക്ക് പകരമായിട്ട് നമ്മളല്ലാണ്ട്, നമ്മൾക്ക് ഒരു മോശഘട്ടം വരുമ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആരും കാണൂല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതെ. അങ്ങനെ ഏറ്റവും വിഷമം ഉണ്ടായ കാലഘട്ടത്ത് 1.5 വർഷമല്ലേ, 1.5 വർഷത്തിന് മുമ്പ് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ട കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച വിഷമം നാളെ ഒരു തലമുറ ആ ഒരു ഇതിലോട്ട് ആ ഒരു ചതിവിൽ പെട്ടു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് പോയ ഒരാളാണ്. പക്ഷെ ഒരു പോയിന്റ് പോകുമ്പോൾ മനസ്സിലാവും, നമ്മള് തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റുകാരാക്കും. ഇപ്പൊ ശരണ്യ എന്റെ മുന്നിൽ ഇരിക്കും, എനിക്ക് ഓർമ്മ വരുന്ന ഇതുപോലെ ഇരുന്നൊരു വ്യക്തി അപ്പൂസ്. ഇപ്പം സൈബർ ബുള്ളിങ്ങിൽ മരണപ്പെട്ടൊരു കുഞ്ഞുണ്ട്. ശരിക്കും ആ കുഞ്ഞൊക്കെ മരണപ്പെട്ട സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അപ്പൂസിനെയും ഇപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ മുന്നിരിക്കുന്ന ശരണ്യയോ. കാരണം നിങ്ങൾക്കൊക്കെ മരിക്കാനാണ് ഏത് സമയത്ത് മരിക്കായിരുന്നല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും വലിയ ഒരു മറുസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് ആണ്. അവരൊന്ന് സപ്പോർട്ട്, അവര് തന്ന സപ്പോർട്ടാണ്. അവരല്ല, നമ്മുടെ അമ്മയിൽ കവിഞ്ഞ അവര് തരുന്നതാണടാ. ഞാൻ തികച്ച് എൻ്റെ ലൈഫിൽ തിരിച്ചു വന്നത് പഴയ പോലെ ആയതും എൻ്റെ പാരൻസ് തന്നെയാണ്. പക്ഷെ ഫ്രണ്ട്സ് ഉള്ള സമയത്ത് അമ്മയെ പോലും കുറ്റപ്പെടുത്തിയ സമയങ്ങളുണ്ടല്ലോ. അല്ല, അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഒന്ന് ഫോൺ വെക്കുക, അങ്ങനെ എങ്ങനെ ഞാൻ വരും എന്ന് പറയണേ. അല്ലാണ്ട് പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് അതില്, നമ്മൾ ആദ്യം നമ്മുടെ അമ്മയ്ക്കാണ് സ്പേസ്. നമ്മൾ പലവരും അത് കൊടുക്കുന്നില്ല. നമ്മുടെ അമ്മയെ കഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല ലൈഫില്. നമ്മളെല്ലാം ചിന്തിക്കുന്നത് അമ്മയുണ്ടല്ലോ വീട്ടിൽ, അതാണ്, എപ്പം വേണേലും വിളിക്കാവല്ലോ. നമ്മളെ സ്വന്തം ഇത് മാത്രം ആഗ്രഹിച്ചു പോണ ആൾക്കാരാണ് നമ്മുടെ കാര്യത്തില്. അമ്മയുടെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞപ്പോഴാണ് ശരണ്യ എൻ്റെ ഈ മോശഘട്ടത്തില് എൻ്റെ അമ്മയാണ് എനിക്ക് ഈ പറയുന്ന പോലെ. അത് ഇനിയിപ്പോ ഞാനെന്ന് വെച്ചാൽ ഞാൻ കരയാത്ത ഒരു രാത്രിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ തന്ന ഒരു ആരൊക്കെ ഇനി മക്കള് എത്രയൊക്കെ ഇതെന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്ക് ഒരിക്കലും നമ്മളങ്ങനെ അമ്മയല്ലടാ. അതെത്രയാണ് എല്ലാവർക്കും. എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ പ്രശ്നത്തെ കുറിച്ച് ഞാൻ എങ്ങനെ അനുഭവിച്ചു, എങ്ങനെ വന്നു എന്നൊന്നും നമ്മൾ ഇറങ്ങുമ്പോൾ ആരും ചിന്തിക്കാറില്ല. അപ്പോഴും അവരെ കണ്ണിൽ അത് തന്നെയാണ്. ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു, നമ്മളെപ്പറ്റി കുറ്റപ്പെടുത്തുന്നത്, നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും ചർച്ച ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് നാളെ നമ്മുടെ സമൂഹത്തിൽ അതുപോലെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായതിൽ പിന്നെ വന്ന നെഗറ്റീവ് എന്തൊക്കെയാ? ആളുകൾ അങ്ങനെ മുദ്ര കുത്തി ആ വന്ന പ്രശ്നത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആയത്. എനിക്ക് ആ പ്രശ്നം വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ലേ ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം
ആളുകളാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടോ നീ കൊള്ളാം നീ സാധനമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര്. അതെങ്ങനെയാണ് ആ സമയത്ത് ഫേസ് ചെയ്തത്? എടാ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യത്തിന് ശേഷം ഭയങ്കരമായിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. അന്ന് എന്ത് പ്രായം ഉണ്ടായിരുന്നു? 21, 22 വയസ്സ്. എൻ്റെ എന്താ പറയാ, എനിക്കത് എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഒരിക്കലും എനിക്കിനി ഞാൻ മണ്ണോടടിയുന്നവരെ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കൂട്ടുകാർ തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ജീവിതത്തിൽ അല്ലേ? സുഹൃത്തുക്കൾ തന്ന വലിയൊരു സമ്മാനം. വിശ്വസിച്ചവര് എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്ന കുറച്ച് സുഹൃത്തുക്കള്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും അവർ ലൈഫ് ലോങ് വരെ കാണും. നമ്മളത് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇവര് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ആണ് എന്ന്. അങ്ങനെ പിന്നീടാണെ പോലും ആ സൗഹൃദങ്ങളോട് ഒരു ദേഷ്യമില്ലാത്ത എന്തുവാ ശരണ്യ? എന്തോ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും ചേട്ടാ വൈരാഗ്യം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ, ഞാൻ ഭയങ്കര ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നലെ നാളെ കിട്ടും, നാളെ കിട്ടുമെന്നല്ല കിട്ടിയിരിക്കുമെന്നാണ്. സിഡനാണ്. നമ്മളെ ഒന്നും നോക്കണ്ട, നമ്മളെ വേദനിപ്പിച്ചവരെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോടതി നടയിൽ നിന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 4 ചെമ്പരിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നപ്പോൾ നാളെ ഈ വേദന വേറൊരു പെൺകുട്ടികൾ അനുഭവിക്കരുത്. കാരണം ഞാനത് അറിഞ്ഞല്ലേ. പക്ഷെ പിന്നെയാണ് അറിയുന്നത് എന്നെക്കാൾ എനിക്ക് മുമ്പേ 10-15 പെൺകുട്ടികൾ ഇതിനിരയായിട്ടുണ്ടെന്ന്. ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നാളെ എന്നാൽ അവരാരും ഇതിൽ ഇറങ്ങി തിരിച്ചില്ല, അപ്പം ഞാനെങ്കിലും ഇതിനു വേണ്ടിയിട്ട് പോരാടണോ എന്നുള്ള ഒരു ആഗ്രഹം വളരെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിലെ ഇന്നും പെട്ടിരിക്കുന്ന അല്ലെ പേടിച്ച് 4 ചുവരിനുള്ളിൽ ജീവൻ ഒടുക്കുന്ന പെൺകുട്ടികളോട് എന്താണ് ശരണ്യക്ക് പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളൊരു പാഠം പഠിക്കും അല്ലേ? ആരൊക്കെ നമ്മുടെ കൂടെ കാണും, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പഠിക്കും. പക്ഷേ പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഒന്നും അല്ലാണ്ടാവും. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. നമ്മൾക്കറിയാം നമ്മൾ എന്താന്നുള്ളത്. അതാരെയും നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക, തിരിച്ചു വരിക, സ്മാർട്ടായിട്ട് എല്ലാവരും ഫേസ് ചെയ്യാൻ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിൽ നിന്ന് നിങ്ങളൊരു പാഠമാണ് പഠിക്കേണ്ടത്. ഇത്രയും അനുഭവങ്ങൾ നിനക്ക് ഉണ്ടായിട്ട് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സമയങ്ങൾ വിങ്ങൽ വരുമല്ലേ? വിങ്ങൽ വരുമെന്നോ? എനിക്കിപ്പോൾ 2-3 സുഹൃത്തുക്കൾ എനിക്കില്ലാന്നല്ല, എന്ന് വെച്ചാൽ ചേട്ടന്മാരെ പോലെ അങ്ങനെ ആ ഒരു സർക്കിളിൽ. പിന്നെ എൻ്റെ ഒരു സഹോദരനുണ്ട്, അങ്കിളിൻ്റെ മോൻ. ഇവരെല്ലാവരും ഇത്രയാണ് എൻ്റെ ഒരു കമ്പനി. അപ്പം ഇപ്പം റീസെൻ്റ് ഉള്ളവർ പറയും ഞാൻ വളരെ, എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങിയെങ്കിലും എനിക്കത് മറക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങി. കരച്ചിലെന്നൊക്കെ പറയുന്ന മെൻ്റലി ഒരുമാതിരി പ്രാന്ത് പിടിച്ച പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ആലോചിച്ച് കരയാൻ തുടങ്ങി. എന്താണ് ഈ ഡിപ്രഷൻ? നമ്മളങ്ങ് ഒരു നിമിഷം ഇല്ലാണ്ടായി പോവാണ്. അയ്യോ, എനിക്ക് എപ്പോഴും പറഞ്ഞാലും ഞാൻ പറയണം, പാരൻസ് മക്കള് തകരുമ്പോൾ പാരൻസ് ആണ് അവരുടെ നമ്മുടെ നട്ടലെന്നൊക്കെ ബലം എന്നൊക്കെ പറയുന്ന പോലെ. ഒരമ്മയുടെ വാക്ക് മതി ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒക്കെയാണ്. അന്ന് അമ്മ പോലും കൈവിട്ടിരുന്നെങ്കിൽ ഇന്ന് കാണത്തില്ല ശരണ്യ. ഇല്ല, ഞാൻ ആക്ച്വലി ഒരു പോയിന്റിലെത്തിയപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഓപ്ഷൻ. സൂയിസൈഡ് അറ്റൻഡ് ചെയ്തോ? അല്ല, ചെയ്യണമെന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു എന്തിനു ഞാനത് ചെയ്യണം? കണ്ടവർ ചെയ്ത തെറ്റിനും കണ്ടവർക്ക് എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും പ്രശ്നം കാരണം അവർക്ക് എന്നെ നാണം കെടുത്തണം, അവർക്ക് എനിക്ക് ഇങ്ങനെ വരുത്തണം എന്ന് ആഗ്രഹിച്ച ആൾക്കാർ ചെയ്ത് പിന്നെ ഞാൻ എന്തിന് അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. അപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനം തന്നെ ശരണ്യ ജീവിതത്തിൽ. പക്ഷെ അത് സമൂഹം മനസ്സിലാക്കണില്ലല്ലോ. സമൂഹം ഒരുപാട് അറ്റാക്ക് ചെയ്തല്ലേ? അയ്യോ സത്യം. അത് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാണ്ട് വരും. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും എന്തായിരിക്കും ശരണ്യയുടെ ജീവിതത്തിൽ? നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുന്നതാണ്. എൻ്റെ ശരീരം ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഇനി ആൾക്കാർ പറഞ്ഞാലും എൻ്റെ ശരീര പ്രകൃതി, എൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് കേൾക്കുമ്പോൾ വിഷമമില്ല? ആദ്യമൊക്കെ ഇപ്പോൾ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞതുകൊണ്ട്
മൈൻഡ് ചെയ്യാറില്ല. അച്ഛൻ എന്തെടുക്കുവാ? അച്ഛൻ ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല, ഈ തടിയൊക്കെ എടുത്തിട്ട് മറച്ചു വെക്കുന്ന പരിപാടി. അപ്പം ഈ അച്ഛൻ ഈ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ വേദനയില്ലായിരുന്നു? അതായിരുന്നു എൻ്റെ ലൈഫിലെ ഞാൻ തകർന്നു പോയ കാരണം. ഞാൻ ഈ പ്രശ്നം പരമാവധി ഞാൻ അനുഭവിച്ചതെടാ, ഒരു മൂമെന്റ് വരെ ഞാൻ ഓടിയത് ഇതിൻ്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ല, അത് അങ്ങനെ അല്ല, അത് ഞാനല്ല, ഇല്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോഴും നമുക്കിത് പോകുന്നില്ലല്ലോ, ഈ ഒരു ചതിവ് നമുക്കൊരിക്കലും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാം അങ്ങനെ അല്ല. അപ്പം എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്താകും? അച്ഛനൊരാണാണ്, അപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ 1 മാസം തല പുകച്ച് എനിക്ക് ഉറക്കമില്ല. അന്ന് ഞാൻ എല്ലായിടവും പോയി അലഞ്ഞ് തിരിഞ്ഞ് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റി അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചടാ. പക്ഷേ ഒന്നും. അന്ന് അച്ഛൻ എന്ത് പറഞ്ഞു? ഒരു പോയിന്റിൽ അറിഞ്ഞു, എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാവണത് എന്താണോ അത് തന്നെയാണ്. പുള്ളി തകർന്നു പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അച്ഛനായാലും അമ്മയായാലും ഞാൻ പോലും എനിക്കിങ്ങനെ ഒരു ചതിവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അമ്മ കൂടെ നിന്നു, അച്ഛനും കൂടെ നിന്ന, എന്നാലും സ്വന്തം മകളുടെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അറിയുമ്പം തകർന്നു പോവല്ലേ? ഉറപ്പായിട്ടും അവര് തകർന്നു പോകും. അച്ഛൻ എന്തോ പറഞ്ഞു? ഇങ്ങനെ കാണുമല്ലേ നമ്മുടെ കണ്ണില്, ഒന്നും പറഞ്ഞില്ല. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഒരു പോയിന്റില് ഒരിക്കലും മകളല്ലേ. അച്ഛനെ പറ്റി പറഞ്ഞപ്പോ കണ്ണ് നിറയുന്നല്ലോ. അതെ, അച്ഛനെ പറ്റി പറയുമ്പോ കണ്ണ് നിറയും. കാരണം അച്ഛൻ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമില്ല, എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമില്ല ഞാൻ. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ചു എൻ്റെ അച്ഛൻ അറിയാണ്ടിരിക്കാൻ, ഒരുപാട്. പക്ഷെ ഒരു തെറ്റും ചെയ്യാണ്ട് അവര് ഇതിലോട്ട് പോയി. പിന്നെ അങ്ങ് യുദ്ധത്തോട് ഞാനങ്ങ് പൊരുതുവാണ്. എനിക്ക് എല്ലാരും അകറ്റി നിർത്തിയല്ലേ? എല്ലാരും ആരും വേണ്ടാന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. ഫാമിലി, അന്ന് കറങ്ങാൻ പോകാനും എല്ലാം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ? എല്ലാരും കാണും നമ്മുടെ കൂടെ, എല്ലാത്തിനും എല്ലാരും കാണൂടാ. ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ കൂടെ സ്റ്റേഷൻ കയറി ഇറങ്ങാനും കോടതി കയറി ഇറങ്ങാനും എൻ്റെ സഹോദരനും എൻ്റെ ബ്രദറിന്റെ വൈഫും അച്ഛനും അമ്മയും അല്ലാണ്ട്. ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് എത്രയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് തെറ്റുകാരി അല്ലെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലേ? തെറ്റാണ്. നമ്മള് ഭയങ്കരമായിട്ടും മോശമാവും. അതാണ് നമ്മുടെ സമൂഹം. തിരിച്ചു കയറണ്ടടാ. ഉറപ്പായിട്ടും ഭയങ്കര ആഗ്രഹമാണ്. കണ്ണൊക്കെ തുടക്കിയ ഇനിയേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തിരിച്ചു കയറും. തിരിച്ചു കയറണം. നമ്മള് എപ്പോഴും ഒരുപാട് തകരുമല്ലോ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ചു കയറി വരേണ്ടത് എൻ്റെ ഫാമിലി അനുഭവിച്ച അത് വിഷമത്തിൽ നിന്ന് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് എന്തെങ്കിലും സന്തോഷമായിട്ടാണ് അല്ലേ. ഞാനിപ്പോഴും പറയാമല്ലോ, ഞാൻ ഇറങ്ങിക്കയറിയ സമയത്ത് ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എൻ്റെ അമ്മ ഞാൻ ഉറങ്ങാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമായിരുന്നു എല്ലാ നൈറ്റും. എനിക്ക് ഉറക്കമില്ല. എൻ്റെ അനുഭവം, ഞാൻ വേദനിക്കുന്ന ഒരു വാക്കുകൊണ്ട് ആൾക്കാർ പറഞ്ഞു നിർത്തുന്നത് നമ്മൾ എത്രമാത്രം ഒരു വീടിനുള്ളിൽ ഞാൻ അനുഭവിച്ചത് എനിക്കറിയാവും. അത് മറ്റാർക്കും അറിയത്തില്ല. ഇല്ല, ആരും കഥകൾ കേൾക്കാൻ സുഖമല്ലേ, അനുഭവിക്കുമ്പോൾ അറിയാം വേദന. ആരും. പക്ഷെ ഞാൻ ചെറുതായിട്ട്
തോറ്റുപോയതെന്ന് തോന്നി. തോറ്റെന്നല്ല, എനിക്ക് നാളെ ഒരു സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്കത് ഞാൻ ഇറങ്ങി കോൺഫിഡൻസോടെ ഇറങ്ങിയിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട്. ശരണി, ഇന്ന് ശരണ്യെ പോലെ എത്ര പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഒരുപാട്. ഒരു പക്ഷെ അവരൊന്നും പുറത്തു വരാൻ പേടി കാണിക്കുന്നത് ആരും അവരോട് കാണത്തില്ല. നമുക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് പറയാൻ എളുപ്പമാണ്. അതൊരു അനുഭവത്തിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതൊരു വേറെ ലോകത്തുള്ള ഒരു അനുഭവം അല്ലേ. പക്ഷെ അവിടുന്ന് നീ കേറി കേറണമല്ലോ. കളിയാക്കിയവരെ കൊണ്ട് കൈ അടിപ്പിക്കണ്ട നമുക്ക്. പക്ഷെ ഇപ്പോഴും അറിയില്ലടാ നമ്മുടെ ലൈഫില് ഞാൻ എന്തിന് ഇത്ര ചീത്തപ്പേര് കേൾക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എല്ലാരോടും മിണ്ടും കൂടുതലായിട്ട് ഓവർ സ്നേഹമാണ്. അതൊരു പ്രശ്നമല്ലേ? ഭയങ്കര പ്രശ്നമാണ്. ഒരു പക്ഷെ കുറച്ച് ജാടയൊക്കെ കാണിച്ച് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നല്ലേ? അത് പറ്റിയിട്ടേ ഇല്ല എൻ്റെ ലൈഫില്. അത് പറ്റിയിട്ടേ ഇല്ല. നിന്റെ ഒരു ഐശ്വര്യം എന്തോന്നറിയാവോ? ഈ പുഞ്ചിരി തന്നെ. ചിരിക്കുന്നത്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു വിഷമമുണ്ടല്ലേ? തീർച്ചയായും കുറെ വിഷമങ്ങളുണ്ട്. പുറമെ കാണുമ്പോ ആരെയും. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന അവിടെ ഒരു മൂമെന്റിലും എൻ്റെ സൈഡിൽ നിന്ന് എനിക്കിനി എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് അറിയിക്കാണ്ട് അവരെങ്ങനെയാണോ ഹാപ്പി ആയിട്ട് പോകുന്നത്, എത്ര സങ്കടം വന്നാലും എന്നെ ഹേർട്ട് ചെയ്ത ഒരാൾ സംസാരിച്ച പോലും അതായത് ശരണ്യ ഒരു 100 പേർ അരികിൽ പോയാലും ശരണ്യന്റെ സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടേ വരത്തുള്ളൂ. അതെ, എൻ്റെ ഈ സ്മൈൽ ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ, ഞാൻ കാരണം ആ ഒരു വൈബ് നഷ്ടപ്പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ഒരു ജീവിതം ഒരു കുന്നല്ലേ, ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഞാൻ അന്ന് ആ പ്രശ്നത്തെ ചിന്തിച്ചൊരു കാര്യമാണ്, ഇന്ന് എനിക്കൊരു ഇറക്കമാണ് വന്നത്, ഞാൻ ഇന്നൊരു കുഴിയിലാണ്. ഞാൻ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി കയറ്റി എനിക്ക് മലയിലോട്ട് എത്തിക്കാൻ പറ്റും. പക്ഷെ പഴയ ശരണ്യാണെ പറ്റത്തില്ലായിരുന്നു, വണ്ടി അവിടെ നിൽക്കത്തുള്ളൂ. അയ്യോ ആണ്. എന്നാ ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കേണ്ട ആളെയല്ല, ഞാൻ എന്നെ പോവേണ്ട ഒരാളാ. പിന്നെ അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മുടെ ലൈഫില് നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന്. ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നേന്നറിയോ, മറ്റുള്ളവരുടെ സൗകര്യങ്ങളെയാണ് കൂടുതൽ ഇത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ അങ്ങ് താഴ്ന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ്, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ അങ്ങനെ. പക്ഷെ ഞാൻ ഇന്ന് പഠിച്ചത് നമ്മളെ ഇഷ്ടപ്പെടണം. ശരിക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ പലപ്പോഴും മറന്നു പോകുന്ന അവസരം വരുമല്ലേ? നമ്മളെ ഇഷ്ടപ്പെടുന്ന മൂമെന്റിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഉറപ്പാണ്. അത് ഞാനൊരു പറഞ്ഞുതരാണ്. നമ്മൾ എന്ത് സങ്കടം വന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന എനിക്ക് കരയണമെങ്കിൽ അവിടെ കരഞ്ഞു തീർക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കരഞ്ഞിരിക്കും. എനിക്കൊരു വിഷം വന്നാൽ കരഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കും, എനിക്ക് വലിയ പ്രശ്നം വന്നതല്ലേ ശരണ്യ, നീ തിരിച്ചു കയറി വാ. ഈ കണ്ണാടിയുടെ കേസൊക്കെ കുറെ ആളുകൾ പറയുമ്പോൾ നമുക്ക് ഒരു തമാശയായിട്ട് തോന്നുന്നേ അല്ല, അത് ശരിക്കും സത്യമാണ്. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാല്, നമ്മുടെ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. എടാ നീ ഓക്കെ ആടാ, നമ്മൾ തന്നെ പറഞ്ഞ ഓക്കെയാ. ഓക്കെ, അതാണ് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം നമ്മുടെ ലൈഫില്. എന്നാൽ ലൈഫ് രക്ഷപ്പെട്ടു. ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാ? മുന്നോട്ടുള്ള യാത്രകൾ എന്ന് പറയണെങ്കിൽ വിവാഹം നടക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ വിവാഹം എന്നല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ശരണ്യയുടെ സങ്കല്പത്തിലെ ആളെന്തുവാണ്? അങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ വീട്ടുകാരെ അങ്ങനെ വരും. എന്നുവെച്ചാൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഓപ്പോസിറ്റ് വരുന്ന അവരുടെ ഫാമിലി നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതിൽ 100% എനിക്ക് ഉറപ്പാണ്. എൻ്റെ രീതികൾ അങ്ങനെയാണ്. അപ്പോൾ തിരിച്ചതുപോലെ ആയിരിക്കണം, അതേ ഉള്ളൂ. പിന്നെ നമ്മളെ മനസ്സിലാക്കണം. അതെ, നമ്മളെ ഏറ്റവും മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പല ഫാമിലിയിലും നടക്കുന്ന പ്രശ്നം. എന്താണെന്നറിയോ, ഇപ്പം നമുക്ക് വീട്ടിലുള്ള ഒരു മകൾക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ അവര് നാട്ടിലുള്ളവരുടെ സൗകര്യമാണ് കൂടുതലും നോക്കുന്നത്. അങ്ങനെയല്ല, തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കുക. നാളെ അതൊരു അനുഭവമാക്കി കിട്ടിയ പോലെ അതങ്ങ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നാളെ അവൾ ആ തെറ്റ് ചെയ്യാതെ വീട്ടുകാർ നോക്കുന്നതിലാണ് കഴിവ്. അവിടെ അവരുടെ മകള് രക്ഷപ്പെട്ടെന്നില്ലെങ്കിൽ മകനായാലും ആരായാലും. ഇന്ന് ഒരുപാട് പേരൻസ് ഒരുപാട് മക്കളുടെ സമ്മതമില്ലാതെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. അതെ, ശരിക്കും അതിനോട് എങ്ങനെയാണ് ശരണ്യ നോക്കി കാണുന്നത്? അതിനെ കുറിച്ചൊന്ന് ഇഷ്ടമില്ലാതെ ആ ഒരു ടോപ്പിക് ആണെങ്കിൽ
തികച്ചും അവർക്ക് എന്താണോ ഇഷ്ടം അതാണ് ചെയ്യേണ്ടതെന്നേ പറയുള്ളൂ. അല്ലാണ്ട് സ്വന്തം മക്കളെ കെട്ടിച്ചിട്ട് അവരെ ഇഷ്ടം നോക്കാണ്ട് വീട്ടുകാരെ ഇഷ്ടത്തിന് നോക്കി കെട്ടിച്ചു വിടുമ്പോഴാണ് ഈ കഴിഞ്ഞ പോലെ പല ന്യൂസുകളിലും നമ്മൾ കാണുന്നത്. അവരവരെ മക്കളെ അവരവർക്ക് തന്നെ നഷ്ടമാണ് ഒരു പോയിന്റില്. വിവാഹ ജീവിതം വലിയൊരു വാഗ്ദാനം അല്ലേ? പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ എൻ്റെ ഒരു പ്രശ്നമാണെടാ, എൻ്റെ ലൈഫിൽ ഉപ്പ് തൊട്ടുള്ള കർപ്പൂരം വരെയുള്ള കാര്യം ഞാൻ പറയും. പറഞ്ഞ ശേഷമേ ആ വ്യക്തി വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം. മറച്ചു വെക്കലില്ല, എൻ്റെ ലൈഫിൽ മറച്ചു വെക്കലില്ല. അതൊരു വലിയൊരു കാര്യമാ. അതെ, ഈ ഓപ്പണായിട്ട് പറയുന്നത് പ്രശ്നവുമാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ലൊരു കാര്യം കൂടിയാണ്. പ്രശ്നമാണ്. പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ വന്ന ആൾക്കാർ തിരിച്ചു പോകുന്ന കാര്യമുണ്ടല്ലോ, അങ്ങനെ പോകുന്നവര് പോട്ടടോ, അതത്രേ ഉള്ളൂ. വരുന്നവര് വരട്ടല്ലേ. അതെ, അതുപോലെ തന്നെയാണ് നമ്മളെ മറക്കുന്നവരെ നമ്മളും മറന്നു കളയുക. അപ്പൊ ശരണ്യയുടെ കല്യാണം ഒരുമിച്ച് നമുക്ക് കാണാല്ലേ ഉടനെ? എന്റെ കല്യാണത്തിന് വരൂല നിങ്ങള്? വരും. പിന്നെ അങ്ങനെ കല്യാണമൊന്നും ആയിട്ടൊന്നുമില്ല. കല്യാണം ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും എത്തണം. ഉറപ്പായിട്ടും എത്തും. ഇപ്പം വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാരെ ഹാപ്പിയാണ്. വീട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ തിരിച്ചു വന്നു ലൈഫില് നല്ല ഒരു മകളായിട്ട്. അതെ അതെ, എന്റെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ 100% ഞാൻ പറയാണ്. എടാ, നീ തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് മറച്ചു വെച്ച് നടക്കാണോ? അതെ അതെ. അത് മാത്രമല്ല, നമ്മളെടുത്ത് ഒരാള് എന്തെങ്കിലും രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പാഠത്തില്, എൻ്റെ ഈ വയസ്സിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ നോ പറയുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോശമാവുന്നത്. നമ്മൾ എസ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സീക്രട്ട് ആയിരിക്കും. നോ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ? അതെ, നമ്മൾ നോ പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിലായാലും, ഇപ്പോൾ ഒരു പയ്യനൊരു പെണ്ണിനോട് ഇത് തോന്നിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയണത് നോ, നമുക്കിത് പറ്റില്ല, ഞാൻ അങ്ങനെ അല്ല, എനിക്ക് അതിനോട് അങ്ങനെ എന്നപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഏറ്റവും മോശക്കാരാണത്. എന്നാൽ തെറ്റുകൾ ചെയ്യുന്നവരും ഈ എസ് പറഞ്ഞു പോകുന്നവരായാലും വെളിയിൽ അവരൊക്കെ സമൂഹത്തിൽ നല്ലവരായിരിക്കും. പിന്നെ അഭിനയിക്കാൻ അറിയണം. അവിടെ നമ്മൾ ലൈഫിൽ ജീവിക്കുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇന്ന് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ? അഭിനയിച്ച് കാണിക്കുന്നവരെയാണ്. ജെനുവിനായിട്ടുള്ളവരെ വേണ്ട. ജെനുവിനായിട്ടുള്ള ആൾക്കാരെ ആരും മനസ്സിലാക്കൂല. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം അഭിനയിച്ച് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതും, നമ്മൾ സത്യസന്ധത, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമുക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുമ്പോഴും അവിടെ കട്ടാവുകയാണ് കാര്യം. അഭിനയിച്ച് നിൽക്കുന്നവർക്ക് കല്യാണം, ലൈഫ് എല്ലാം ഉണ്ടാവും. അത് വേറൊരു സത്യമാണ്. അഭിനയമോഹം കൂടുതലാണെന്ന് ഞാൻ കേട്ടു. അഭിനയമോഹം കൂടുതലാണ്, പക്ഷേ നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. അങ്ങനെ കിട്ടുന്ന റോളുകൾ എനിക്ക് അത് മതി. അങ്ങനെ തന്നെയാണ് ആദ്യം മുതൽ ഇന്ന് വരെയും. എനിക്കൊരു പോയിന്റിൽ എവിടെ എത്താൻ ഇപ്പം വലിയ തോതിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ ചിന്താഗതിയാണ്, എന്നെ വില പേശുന്നില്ലെങ്കിൽ നമുക്ക് പെണ്ണിന്റെ ഇതിനൊരു ഇത് വെക്കുന്ന ഒരു രീതിയിൽ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്കുള്ള അവസരമാണെങ്കിൽ തന്നെ വരും. അതാണ് കഴിവുണ്ടോ ഞാൻ കാണിക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തകർക്കുന്നു അല്ലേ, ആളുകൾക്കിടെ ഫെയിം ആകുന്നു. ഈ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുന്നില്ലേ? തീർച്ചയായിട്ടും സന്തോഷമല്ലേ അത്? അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു വിഭാഗത്തിലെ ആൾക്കാർ നമ്മളെ പുച്ഛിക്കും. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡയറക്റ്റ് ആയാലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ? നിന്നെ കൊള്ളത്തില്ല കാണാൻ, നീ എന്തോ വീഡിയോയിൽ കാണിക്കുന്നേ? ഞാൻ ആൾക്കാരെ സൗകര്യത്തിനല്ല, ഞാൻ എന്റെ ഇഷ്ടം ജീവിക്കുന്നതാണ്. ഞാൻ കൊണ്ടാലും കൊള്ളൂലെങ്കിലും അത് എന്റെ കാര്യമാണ്. ഇപ്പൊ അവരെന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഞാൻ എന്റെ രീതികളും എന്റെ രീതിയിൽ ഡ്രസ് ചെയ്യുന്നതൊന്നും. എനിക്കും എന്റെ വീട്ടുകാരും കുഴപ്പമില്ല, പിന്നെ നാട്ടുകാർക്കാണോ? പിന്നെ അതാണ്, ഈ നാട്ടുകാർക്കാണ് ഈ പ്രശ്നം മൊത്തം. അതിപ്പോഴും മനസ്സിലാവില്ല. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മൾ തെറ്റായ രീതിയിൽ പോയില്ലെങ്കിലും നമ്മൾ അധ്വാനിച്ച്, എൻ്റെ ഒരു രീതി അങ്ങനെയാണ്, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസയിൽ എന്ത് നേടിയാലും അത് കാലങ്ങളോട് വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സ്വയം നമുക്കൊരു ഇതാണ്. മറ്റേതെന്ന് പറയണത് അതൊരു കറക്റ്റ് വേ അല്ല ശരിക്കും. എല്ലാം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണല്ലോ, പക്ഷെ അത് ഏത് രീതിയിൽ ഉണ്ടാക്കുന്ന അവിടെയാണ് തെറ്റുപറ്റുന്നത്. അപ്പൊ അതുപോലെയാണ് ഈ സമൂഹം. ഇങ്ങനെ നമ്മൾ എത്രയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊരു
അവര് വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ ഒരു പുതിയ ഇത് എൻ്റെ ആദ്യ ശമ്പളം, എനിക്ക് ഇനോഗ്രേഷൻ കിട്ടി, അത്യാവശ്യം ഇപ്പൊ അടുത്തടുത്ത് കുറെ ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരൻ ഞാൻ കരഞ്ഞതായാലും വിഷമിപ്പിച്ചതായാലും ഒക്കെ ആ കണ്ണീരിന് ഒരു മറുപടി ഇന്ന് തരുന്നുണ്ടല്ലേ? അതാണ് ആ കണ്ണീരിനൊരു മറുപടിയാണ് എനിക്ക് കണ്ടിന്യൂസ് ഇനോഗ്രേഷൻ ആയിരുന്നു. അവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് ഇനോഗ്രേഷൻസ്. അപ്പൊ ഇനി എന്താകണം ആഗ്രഹം ലൈഫില്? എടാ നമ്മൾ എല്ലാരും പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു റെയിൽ പാളം പോലാണ്. ആ പാളം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എല്ലാത്തിനും പ്രശ്നം. അപ്പൊ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണ്ട, സംഭവിക്കും. അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മുടെ ലൈഫില്. അത് ഞാൻ ആദ്യം ചിന്തിച്ച കാര്യമാണ്. എനിക്ക് ആ മോശം സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് സംഭവിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കുക. അതിൽ കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതിന് മൂന്നാറല്ല ഗുണാകേവി പോയാലും സംഭവിക്കും. അതാണ്, അത് നമ്മുടെ ലൈഫിലുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വലിയൊരു പാഠം തന്നെ കേട്ടോ അത് തന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു പാഠം. അതുപോലാണ് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോട്. പ്രണയം എന്ന് പറയുമ്പോൾ എടുത്തു ചാടി അബദ്ധങ്ങളിൽ വീഴാതിരിക്കുക. എൻ്റെ മൈൻഡിലൊരു എക്സ്പെക്റ്റേഷൻ, ഞാൻ വിശ്വസിച്ച് പോയിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ പോലും എനിക്ക് ഒരാൾ നമ്മളെ ഇത് ചെയ്യുന്നതും എന്ത് കണ്ടാലും മനസ്സിലാക്കാനുള്ള ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇത് തെറ്റിപ്പോയത് അവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം കയറി വന്നതുകൊണ്ടാണ്. അത് വീട്ടുകാരോട് സംസാരിച്ചു അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ആ വ്യക്തിയെ വിശ്വസിച്ചത്. അപ്പൊ അതിനുശേഷമാണ് അറിഞ്ഞത് അതിനേക്കാളും 10-100 ആൾക്കാരെ ഇതേപോലെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. അന്നൊക്കെ ആ 100 പേരിൽ ഒരാളാണ് ഞാൻ. ഇനി എന്നെ പോലുള്ള ഞാൻ ഉണ്ടാവാതിരിക്കട്ടെ. അതിനാണ് തിരിച്ചു ജീവിക്കുന്നത്. അതെ, ഒരു മാറ്റം അതിൻ്റെ അതില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് വേണം. അതെ, ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഞാനൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞല്ലോ, പറ്റിക്കാൻ എളുപ്പമല്ലടാ. അതെ, ആർക്കും ചതിക്കാം. അതെ, ആർക്കും ചതിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ചതി കൊള്ളാൻ നിന്ന് കൊടുക്കാൻ പൊട്ടിയായിരുന്നോ? പൊട്ടി തന്നെ ആയിരിക്കാം. അത് പൊട്ടി ആയിരുന്നോണ്ടല്ലടാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അഭിനയിച്ച് തകർക്കല്ലേ. നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് നാടകം അറിയത്തില്ലല്ലോ അല്ലേ? നമുക്ക് നാടകം അറിയാമെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ഈ ഇത്രയും സങ്കടങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പഠിക്കാൻ മറന്നുപോയി സമൂഹത്തിലെ വ്യക്തികളെ കുറിച്ച്. പക്ഷെ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ശരണ്യ പറയുന്നത് ഒരു പൊതു ആൾക്കാരെ എടുത്തു നോക്കി ഇപ്പോഴും ആളുകൾ അഭിനയിച്ച് ജീവിക്കുക. അഭിനയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അഭിനയമാണ് അവർ ജീവിതത്തിൽ അവസാനം വരെ. പിന്നെ ഒരു കാര്യം ഉണ്ടടാ, ഒരു പോയിന്റിൽ നമ്മൾ ശരിയാണെങ്കിൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്ക് കാലങ്ങളോളം അഭിനയിക്കാം. ഇല്ലെങ്കിൽ കാലങ്ങൾ വരെ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും. അവസാനം വരെ ജീവിക്കണ്ടേ? അതിനേക്കാളും നമ്മളായിട്ട് ഇരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. പക്ഷെ ശരണ്യയുടെ ജീവിതത്തിൽ കാലഘട്ടം തെളിയിക്കും പല കാര്യങ്ങളല്ലേ? അതെ, ആ വിശ്വാസമാണ് എനിക്ക്. അത് സംഭവിക്കണമല്ലോ. പാട്ട് പാടുവോ? അയ്യോ, പാടും. രണ്ടുപേരും ഒന്ന് പാടി. ഓടാനാണോ? ഞാൻ പാടാം. ഏത് പഴയ ഞാൻ കൂടുതൽ പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഊനം പൂത്തനാൾ മധു തേടി പോയി നീളി താഴി തളിരാന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ. എനിക്ക് പാടാൻ പറ്റുള്ളൂ. ഒരു പാട്ടോടെ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിൽ സ്നേഹാദ്രമായി ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻമൗനമോ
എനിക്ക് മതി 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 സോറി, ഞാൻ ഇല്ലെങ്കിൽ നിനക്ക് പാടിത്തരും. ബൈക്കിരിക്കണോ? സൂപ്പറായിട്ട് പാടി. എനിക്ക് പാടാൻ ഇപ്പൊ പറ്റില്ല, അതേ ഇല്ലെങ്കിൽ പാടും, പക്ഷെ പറ്റില്ല. കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ശരണ്യയ്ക്ക്? പ്രേക്ഷകരോട് എന്നെ ഇത്രയും നാള് എന്നെ സ്നേഹിച്ചവരെ ഞാൻ എന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, എന്താന്ന് എന്നെ മനസ്സിലാക്കിയ ആൾക്കാരോടും ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹത്തോടെ, ഇല്ലെങ്കിൽ ഞാൻ തകർന്ന നിമിഷം അവർ പോലും മനസ്സിലാക്കിയിട്ട് എന്നോട് മെസ്സേജ് അയച്ച ഫോളോവേഴ്സിനോടും എല്ലാം ഒത്തിരി പേര്, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നന്ദി ഇതായിരിക്കും. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും ഈ പുഞ്ചിരിയുമായിട്ട് തന്നെ ജീവിതം പോട്ടെ. കാലഘട്ടം ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കും സത്യയോടാണ്. അത് സത്യമാണ്. അതെ. അപ്പൊ മച്ചാനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.